ഹലോ അസ്സലാമു അലൈക്കും. ഒരു നല്ല അടിപൊളി മഴ കഴിഞ്ഞിട്ടുള്ള മുറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കാലാവസ്ഥയാണെന്ന് ആർക്കെങ്കിൽ പറയാൻ തോന്നും. അല്ല, എനിക്കും തോന്നില്ല. കാരണം കഴിഞ്ഞ ശേഷം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എവിടെയാണോ മഴ പെയ്തത് എന്ന് ചിന്തിച്ച് പോയിട്ടോ. അങ്ങനെയായിരുന്നു ഇന്നത്തെ അവസ്ഥ. ഇന്നൊരു 4 മണിക്ക് ശേഷം ഈ ബേപ്പൂർ റോട്ട് മൊത്തം എന്നുവെച്ചാൽ ചിലപ്പോൾ ടൗൺ ഏരിയ ഉണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടോ. നല്ല അടിപൊളി കാറ്റും അവരുടെ ഫ്രണ്ട്സുകളായ ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പെയ്ത് തോർന്നു പോയിട്ടോ. എന്തായാലും നന്നായിട്ട് ആസ്വദിച്ചിട്ടോ ഈ ഒരു സംഭവം. ഞാനൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ഇരുട്ട്. ഇതെന്താ പെട്ടെന്ന് അത്രയ്ക്ക് ഉച്ചക്കൊക്കെ പുറത്ത് പോയിട്ട് എൻ്റെ പൊന്നേ അത്രയും വെയിൽ കൊണ്ട് ചൂടെടുത്ത് വന്ന് ഞാൻ പെട്ടെന്നൊരു ഇളം കാറ്റും തണുപ്പും അങ്ങനെ എല്ലാം കൂടിയായി വന്ന് പിന്നെതാ ഈ ഭാഗത്തുനിന്നും ഞാനും എൻ്റെ മോനും മാറിയിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ ആ മഴയും മഴേൻ്റെ ചിമ്മാനും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾ കൊണ്ടിട്ടോ. പകുതി മുക്കാലും ഞങ്ങൾ തന്നെ കൊണ്ടുവയ്ക്കും കേട്ടോ. എൻ്റെ പൊന്നെ എന്ത് ഹരമായിരുന്നു അറിയാം ഇതിങ്ങനെ കാണാൻ. അപ്പോഴാണ് വിശപ്പ് ഓർമ്മ വന്നത്. കാരണം ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, ഇന്ന് ചോറ് കഴിക്കാനൊരു മടി. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് ദോശ വേണോ? വേണ്ട, എനിക്ക് ദോശ വേണ്ടെന്നാണ്. അങ്ങനെ ഞാൻ ദോശ ചൂടാൻ തുടങ്ങി. നല്ല ഞണ്ട് റോസ്റ്റ് ഉണ്ട്. പിന്നെ മഴ കണ്ടപ്പം ഇതുവരെ കുടിക്കാത്ത കട്ടനോടും ഒരു പൂതി തോന്നി. അങ്ങനെ കട്ടനും ഉണ്ടാക്കി നിൽക്കുമ്പോൾ എൻ്റെ ദോശ അടിച്ചുകൊണ്ട് പോയി എൻ്റെ ദോശ. വേണ്ടാന്ന് പറഞ്ഞ എൻ്റെ മോന് ആ ദോശ എടുത്തൊരൊറ്റ ഓട്ടം. പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ അവനും അതുപോലെ തന്നെ ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. പുറത്തുനിന്ന് എൻ്റെ ദോശയും കൊണ്ടുപോയി ഞാൻ നേരെ കട്ടനും എടുത്ത് വീണ്ടും എനിക്കുള്ള ദോശ ഉണ്ടാക്കി. എൻ്റെ ദോശയും ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് വീണ്ടും ഞങ്ങൾ അതേ ലക്ഷ്യത്തിലേക്ക് തന്നെ പോയി. കാരണം മഴ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീണ്ടും അത് ആസ്വദിക്കാൻ വേണ്ടി പോയി. നല്ല ഹരണ്ടായിട്ടോ. ഇതെങ്ങനെ കണ്ടും കൊണ്ടും ആ ഒരു തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് കുറച്ച് മഴക്കാണ് വിചാരിക്കും, പിന്നെ നാളത്തേക്ക് നല്ല ചൂട് കൂടും. ഇത് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഒരു 1.5 മണിക്കൂർ നന്നായിട്ട് തന്നെ പെയ്ത് തോന്നുന്നു എന്ന് പറയട്ടോ. അതിനുശേഷമുള്ള മുറ്റമാണ് നിങ്ങളെ ഫസ്റ്റ് കാണിച്ചത്. എന്താ പറയുക, ഇത് കണ്ടാൽ അറിയോ ഇവിടെ എന്തെങ്കിലും പെയ്തിക്കണെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.